നമ്മുടെ അമ്മൂമ്മയുടെ എത്രാമത്തെ ബർത്ത്ഡേ ഇത്? 82. ഓക്കെ. അപ്പൊ സ്വീറ്റ് 82 ആണ്. സ്വീറ്റ് അതൊന്നും എനിക്കറിയാം. വേണ്ട, സ്വീറ്റ് 82-ലാണ് അമ്മൂമ്മ ഇപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അമ്മൂമ്മയോട് ചോദിക്കാം, അമ്മേനെ ആൻസർ പറയണം. ഓക്കെ. അമ്മൂമ്മയ്ക്ക് രാധമ്മ എന്ന് പേരിട്ടത് ആരാണ്? എൻ്റെ അമ്മ. അമ്മയുടെ പേരെന്താ? ലക്ഷ്മിക്കുട്ടിയമ്മ. ഓക്കെ. അമ്മൂമ്മയ്ക്ക് എന്ന് ഓർത്തിരിക്കാനായിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓർമ്മകൾ ഉണ്ടാവില്ലേ? ഇപ്പം സ്കൂളിലെ ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മൂമ്മയുടെ ഏതെങ്കിലും പിറന്നാൾ ദിവസത്തിൻ്റെ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും. ഇപ്പം എൻ്റെ കൊച്ചു കുഞ്ഞിനെ കാണാനുള്ള ആശയാണ് എനിക്ക് എപ്പോഴും. അവന് പണ്ടത്തെ കാര്യം പണ്ട് അമ്മൂമ്മയുടെ പിറന്നാളൊക്കെ ആഘോഷിക്കുമായിരുന്നു പണ്ട്? ശരിക്കും ഞങ്ങൾ ഒത്തിരി പേരൊക്കെ ഉള്ളതല്ലേ, അത് കാരണം കുറവാ. ആഘോഷിച്ചത് കുറവാ, എന്നാലും പായസമൊക്കെ വെക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ വെക്കും. ഏത് പായസമാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്? ചിലപ്പോൾ അടപ്രഥമൻ വെക്കും, ചിലപ്പോൾ അരിപ്പായസം വെക്കും, ചിലപ്പോൾ പാൽപ്പായസം വെക്കും. അങ്ങനെ കയ്യിലുള്ള പോലെ എല്ലാം വെക്കും. അമ്മൂമ്മ കലാപരമായി കുറേ ഒക്കെ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട്. തിരുവാതിര, നാടകം, എല്ലാത്തിനും ഞാൻ വേണം എല്ലാവർക്കും. അന്നൊക്കെ ഞാൻ നല്ലപോലെ പാടുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വയ്യ, എൻ്റെ ശബ്ദം പോലും ഇല്ല എനിക്ക്. പിന്നെ അമ്മൂമ്മ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടില്ലേ? പിന്നെ 3-4 അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ അമ്പലങ്ങളിലും വായിക്കാൻ പോകും. രാമായണം, ഭാഗവതം എല്ലാം വായിക്കും. അല്ല, അമ്മൂമ്മയുടെ നാടകത്തിൽ അമ്മ പണ്ട് അഭിനയിച്ചിട്ടില്ല നാടകത്തിൽ. അപ്പോൾ ആ നാടകത്തിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റോറിയോ എന്തെങ്കിലും ഒരു ഓർമ്മകളോ എന്തെങ്കിലും ഷെയർ ചെയ്യാവോ? പിന്നെ അതിന് അങ്ങാരവല്ലിയുടെ അങ്ങാരവല്ലി ഒരു പാവപ്പെട്ട പെണ്ണ. അവള് ഒരു വലിയ കുടുംബത്ത് അവള് ജോലിക്ക് നിൽക്കുക. അവളിങ്ങനെ നിന്നപ്പോഴാണ് ഇവർ അമ്മയും മക്കളും കൂടെ കൊട്ടാരത്തിൽ അവരെ കളികൾക്കായി ക്ഷണിച്ചിട്ടുണ്ട് കൊട്ടാരത്തിൽ. അപ്പോൾ ആ അമ്മ മക്കളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമ്മളെ ഇന്ന് കൊട്ടാരത്തിൽ കളികൾക്കായി ക്ഷണിച്ചിട്ടുണ്ട്, അത് എല്ലാവരും വരണമെന്ന് പറയും. അപ്പോൾ ഉടനെ സന്തോഷിച്ച് കൊട്ടാരത്തിൽ ഞങ്ങൾക്ക് ഇന്ന് കളികൾക്കായി ക്ഷണിച്ചിട്ടുണ്ട്, ആരെല്ലാവരും വരുവാനെന്തല്ല കോശം കണ്ടിടാമെന്നൊക്കെ പറയുമ്പോൾ അങ്ങാര് വലിയ സങ്കടപ്പെട്ടുണ്ട്. ഞാനും കൂടെ വരട്ടെ, എൻ്റെ ജോലികളെല്ലാം തീർത്ത് ഞാനും കൂടെ പോരട്ടെ. ഉടനെ ആ തള്ളയും നിന്നെ കാണാഞ്ഞിട്ട് അവിടെ എത്ര പേർക്കാന്ന് ഉറക്കം വരാതിരിക്കുന്ന അഹങ്കാരി, നീ എവിടെ പോകുന്നു? ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഞങ്ങളുടെ ഡ്രസ്സും ഒക്കെ അഴിച്ചിട്ട് എല്ലാം അടുക്കി പെറുക്കി എല്ലാം നീ വെച്ചോണം, നീ ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ലെന്ന് പറയും. ഉടനെ അവള് കരഞ്ഞോണ്ട് ഇരുന്നോണ്ട് പാടും. ഉടനെ വനദേവത പ്രത്യക്ഷപ്പെടും. വനദേവത വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കരച്ചിലൊക്കെ മാറ്റി, അങ്ങാരവല്ലി നിനക്ക് സകല മംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് പറയും. ഇത് അമ്മൂമ്മയ്ക്കറിയാവോ? ഇതൊരു ഇംഗ്ലീഷ് ഒരു മൂവിയുണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ സിൻഡ്രല്ല മൂവി ഇല്ലേ, സിൻഡ്രല്ല ഇല്ലേ? എനിക്കറിയാം. അല്ല, സിൻഡ്രല്ല എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. അതിൻ്റെ ഒരു മലയാളം വേർഷനാണ് ഈ അങ്ങാരവല്ലി അല്ലേ, അങ്ങാരവല്ലി. അപ്പോൾ പഴയ സിൻഡ്രല്ല മലയാളം വേർഷനിൽ അഭിനയിച്ച ആളാണ് അമ്മൂമ്മ അല്ലേ? പഴയ സിൻഡ്രല്ലയാണ് അമ്മൂമ്മ.